വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് ഡെലിവറി കാണാൻ കയറിയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡെലിവറി കാണാൻ കയറുന്നത് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ ഫൈനൽ ഇയർ ആയി, പക്ഷേ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ ഫൈനൽ ഇയർ ആയി, കുറേ ഡെലിവറികൾ കണ്ടു. അപ്പം ഐ നോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്രോച്ച് എന്ന്. അപ്പോൾ ആദ്യത്തെ വട്ടം ഞാൻ ഡെലിവറി കാണാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ പറയുക, ഒരു ഇമോഷണൽ ഒരു കമ്പോണൻ്റ് ആയിരുന്നു കൂടുതലായിട്ട് നിന്ന്. അപ്പോൾ ആദ്യമായിട്ട് സാധാരണ നമ്മൾ ഡെലിവറി കാണാൻ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. ലൈക്ക് നമുക്ക് പോസ്റ്റിംഗ് വരുമ്പോൾ, ക്ലിനിക്കൽ പോസ്റ്റിംഗ് വരുമ്പോൾ നമ്മളെ ഇപ്പോൾ ലേബർ റൂം പോസ്റ്റിംഗ്, ഒ പി പോസ്റ്റിംഗ്, ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടായിരിക്കും ലേബർ കാണുക. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഒറ്റയ്ക്കാണ് ലേബർ കാണാൻ പോയതെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ എന്തോ പബ്ലിക് ഹോളിഡേ ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അടുത്ത് പെട്ടെന്ന് എനിക്ക് OBG പോസ്റ്റിംഗ് ആയതുകൊണ്ട് എന്നെ ഒരു HS ഹൗസ് സർജൻ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഡെലിവറി ഉണ്ട്, കാണാൻ വന്നു. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞാൽ മാം ക്വസ്റ്റ്യൻ ചോദിക്കോ എന്ന് ഒരു തോട്ട് മാത്രമേ എനിക്ക് വന്നുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് അത്ര അറിഞ്ഞൂടാ. കാര്യം നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഫാർമക്ക്, പാത്തോളജി, മൈക്രോബയോളജി അതൊക്കെയാണ് വായിക്കുക. അപ്പം നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും അത്രയും വായിക്കത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതായിരുന്നു പേടി. ഞാൻ മാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേടിച്ചിട്ടാണ് എന്തായാലും പോവാം, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയപ്പം ആദ്യമേ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ, ദെൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ, അത് കഴിഞ്ഞിട്ട് അമ്മേനെ വേറെ സ്ഥലത്തേക്ക് മാറ്റുക, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ ചേച്ചി കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ചേച്ചിക്ക് നല്ല ലേബർ പെയിൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ നിന്ന് വരുമ്പോഴേ ഭയങ്കര ബഹളം, ഭയങ്കര സൗണ്ട്, കരച്ചിൽ. അപ്പോഴേ എൻ്റെ മനസ്സിലിപ്പോൾ ഞാനൊരു കുട്ടിയായിട്ടാണ് പോണത്, ഒരു ഡോക്ടറായിട്ട്, ഒരു ഒബ്സ്ട്രീഷ്യനായിട്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. ഞാനൊരു സ്റ്റുഡൻ്റായിട്ടും അല്ല, ഞാൻ മെയിനായിട്ടൊരു ഒന്നും അറിയാത്തൊരു കൊച്ചായിട്ടാണ് പോകുന്നത്, ഒരു പെൺകുട്ടിയായിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ എംപത്തറ്റിക് ആയിട്ടുള്ള കമ്പോണൻ്റാണ്, എംപത്തിയാണ് കമ്പാഷനെക്കാട്ടി കൂടുതലായിട്ട് നിന്നത്. അപ്പോൾ ഞാൻ ആരെങ്കിലും കരയുന്ന കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചി ഭയങ്കര കരച്ചിൽ, അതുപോലെ തന്നെ വജൈനൽ എക്സാമിനേഷൻ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത്. അപ്പം ഞാൻ ചെല്ലുമ്പം 2 ഹൗസ് സർജനുണ്ട്, മാം ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് ആരുമില്ല. അപ്പോൾ ഇങ്ങനെ ആ ചേച്ചി ഭയങ്കരമായിട്ട് കരയുന്നു, അത് കാണുമ്പോൾ എനിക്കും കരച്ചിൽ വരുന്നു. അപ്പോൾ പെട്ടെന്ന് ക്രൗണിങ് ആയി, എന്ന് വെച്ചാൽ ബേബിയുടെ ഹെഡ് കണ്ടു, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെലിവറി. അപ്പോൾ മറ്റേ ഡെലിവറി റൂമിലോട്ട് മാറ്റണമെന്ന് പറയുന്നു. ആൻഡ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു റഷ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര മാം അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് എനിക്കിപ്പം ആ സമയത്തൊക്കെ ഞാൻ സർജറി OTയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും എനിക്ക് കുഴപ്പമില്ല ബ്ലഡ് കാണുമ്പോൾ. അതുപോലെ തന്നെ ഫിസിയോളജി ലാബിലൊക്കെ പോയിട്ട് ഞാൻ തന്നെ നമുക്ക് ബ്ലഡ് കുത്തിയെടുക്കാനുണ്ട്. അപ്പം ഞാൻ തന്നെ എല്ലാവർക്കും കുത്തി ഞാൻ തന്നെ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പേടിയുള്ളതല്ല. പക്ഷെ അത് കണ്ടപ്പോൾ സോ ഇമോഷണൽ, ഭയങ്കര ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് എനിക്ക് തലയും കറങ്ങണു. അയ്യോ, ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോളെന്താ കരയുന്നത്, പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നതാണോ? അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഇനി അമ്മയെ ഓർമ്മ വന്നതാണോ, അതോ ആ ചേച്ചി കരയണ കണ്ട് ഞാൻ കരയുന്നതാ, ആ ചേച്ചിയുടെ വേദന ഓർത്ത് കരയണതാണോ, അതോ എനിക്കിത് ലൈഫിൽ ഞാൻ കടന്നു പോകേണ്ട ഒരു സ്റ്റേജ് ആണെന്ന് വിചാരിച്ച് കരയണതാണോ, ഐ ഡോണ്ട് നോ. ഞാൻ ഭയങ്കര കരച്ചില്ല. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെടുത്ത് ചോദിച്ചപ്പോഴും ചിലർക്കൊക്കെ ഇതേപോലെ അവർ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വന്നിട്ട് അമ്മയൊക്കെ വിളിച്ച് കരയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊന്നൊക്കെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒറ്റയ്ക്കും കൂടെയാണ്, ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് കുട്ടിയെ കിട്ടിക്കഴിയുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ കരഞ്ഞിട്ടൊന്നുമില്ല. അതിന് മുമ്പേ ഇപ്പം ചേച്ചി ഉറക്കെ കരയുമ്പോൾ മാം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കരഞ്ഞ് സൗണ്ട് എനർജി വെറുതെ വേസ്റ്റ് ആക്കരുത്, നമ്മൾ നല്ല ബ്രീത്തിങ് എടുത്ത് കാമായിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ അവരൊന്നും എന്നുവെച്ചാൽ അവർ പ്രൈമിയാണ്, എന്നുവെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പം
അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ തലകറങ്ങി, ചെറുതായിട്ട് തലകറങ്ങി, വീണതൊന്നുമില്ല. പക്ഷെ ഭയങ്കര കരച്ചിൽ റെസ്പെക്റ്റ് ആണോ എന്തോ ഭയങ്കര ഒരു ഇമോഷണലായിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരിക്കലും ഇന്നേരം ഗൈനക്കോളജിസ്റ്റ് ഒന്നും ആവൂല, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ച. പക്ഷെ ഇപ്പോൾ ഫൈനൽ ഇയർ ആയപ്പോൾ ഇത്രയും പോസ്റ്റിംഗ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈവൻ ഇന്ന് ഞാനൊരു ഡെലിവറി കണ്ടു. ആൻഡ് അപ്പോൾ അതിൽ ആ ചേച്ചിയുടെ 3ാമത്തെ കുട്ടി, അപ്പം ഫസ്റ്റ് ഉള്ള മോളൊക്കെ ഓടി വന്നിട്ട് പാവയെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും അത് പോണില്ല അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഇപ്പം എനിക്ക് സീരിയസ്ലി എനിക്ക് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് പോസ്റ്റിങ്സ് ആണ് ഈ OBG എന്ന് പറയുന്ന. എനിക്കെന്തോ ഇപ്പം നല്ല ഇഷ്ടമാണ്. പണ്ട് ഞാൻ വേറെ എന്ത് കിട്ടിയാലും ഞാൻ പോവും, OBG ഞാൻ ഒരിക്കലും എടുക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ എനിക്കിപ്പം നല്ല ഇഷ്ടമാണ്. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ ഒരു അഡ്വൈസ് തരാനൊന്നുമില്ല, ബിക്കോസ് ഞാൻ അത്ര ഒന്നും ആയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിത് കണ്ടതിലൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒരു ജേർണിയാണ് ഈ പ്രഗ്നൻസി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ദേ ഹാവ് ദെയർ ഓൺ വേസ് ടു ഡീൽ വിത്ത് ഇറ്റ്. അപ്പം ഐ ഹാവ് നോ അഡ്വൈസ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നല്ല ബ്രീതിങ് ഒക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ദേ ആർ റിയലി ഭയങ്കര സംഭവമാണ് അവർ എല്ലാവരും. അപ്പോൾ അതാണ് അത്രയുള്ള എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കിതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ടു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ലേബർ കാണാൻ വേണ്ടി കയറി ഫസ്റ്റ്. അത് G3 ആയതുകൊണ്ട് അത്ര പെയിനും കാര്യങ്ങളും അങ്ങനെ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒബ്സ്ട്രക്ഷൻ ഓഫ് ലേബറിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാം എപ്പിസെറ്റമി കൺസെൻറ്റ് എടുത്ത് ചെയ്തു. മാം ചെയ്തിട്ട് പെട്ടെന്ന് റഷ് ഓഫ് ബ്ലഡ് വന്നപ്പോൾ ഗോസ് എടുത്തിട്ട് മാം കംപ്രസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒന്നെടുത്തതിൻ്റെ പുറകെ മറ്റേതങ്ങ് വീണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടി അതെടുത്തിട്ട് നേരെ ഇട്ടപ്പോൾ സ്റ്റെറിയൽ വീട് പോക്കി. അപ്പം മാം വന്ന് ഔട്ട്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എനിക്ക് അത്ര വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. കാരണം ആ ലേഡിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ആ ലേഡി അധികം കരയാനോ നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെ സമുദ്രം പോലെ ഭയങ്കര ഈസി ഡെലിവറി ആയിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഇത്രയും കാലം കണ്ടുവച്ച ഒരു ഇതുണ്ടല്ലോ, അത് കിട്ടിയില്ല. ഈ സെക്കൻഡ് ഡെലിവറി സീനായിരുന്നു. ആ ചേച്ചി ഇനി ഇതാക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേറൊരു ചേച്ചി തേർഡ് ഡെലിവറി കഴിഞ്ഞിട്ടും ഇതിടാൻ സമ്മതിച്ചില്ല, സ്റ്റെറൈലാക്കാൻ സമ്മതിച്ചു. എപ്പിസോഡ് ചെയ്യാൻ അതല്ല, സ്റ്റെറൈലാക്കാൻ ട്യൂബെക്ടമിക്ക് സമ്മതിച്ചു തേർഡ് ഡെലിവറി കഴിഞ്ഞിട്ട്. അത്രയും ആ ചേച്ചി ഭയങ്കര പെയിൻ്റെ കരച്ചിലും ഭയങ്കര സീനായിരുന്നു. എന്നിട്ടും she was willing to do that.